മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യമായി എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. വർഷം 2025 നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങളടങ്ങുന്ന കന്നി രാശിക്കാരുടെ വർഷം 2025 ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. മാസാരംഭത്തിലെ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. കേതു നിങ്ങളുടെ 1-ാം ഭാവത്തിലും, ബുധൻ 3-ാം ഭാവമായ വൃശ്ചികത്തിലും, സൂര്യൻ 4-ാം ഭാവമായ ധനുവിലും, ചന്ദ്രൻ 5-ാം ഭാവമായ മകരത്തിലും, ശുക്രനും ശനിയും 6-ാം ഭാവമായ കുംഭത്തിലും, രാഹു 7-ാം ഭാവമായ മീനത്തിലും, ഗുരു 9-ാം ഭാവമായ ഇടവത്തിലും, ചൊവ്വ 11-ാം ഭാവമായ കർക്കിടകത്തിലുമായിരിക്കും നിൽക്കുന്നത്. ബുധൻ ആദ്യം ജനുവരി 4-ാം തീയതി വൃശ്ചികത്തിൽ നിന്നും ധനുവിലേക്കും, പിന്നീട് ജനുവരി 24-ാം തീയതി അവിടെ നിന്നും മകരത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. സൂര്യൻ ജനുവരി 14-ാം തീയതി ധനുരാശിയിൽ നിന്നും മകരത്തിലേക്ക് രാശി മാറുന്നതാണ്. ശുക്രൻ 28-ാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിൽ വക്രഗതിയിൽ നിൽക്കുന്ന ചൊവ്വ ജനുവരി 21-ാം തീയതി തിരിച്ച് മിഥുനത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതായിരിക്കും. മാസത്തിൻ്റെ ആദ്യ ദിവസം മകരത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും കന്നിരാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി കന്നിരാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ 4-ാം തീയതി നിങ്ങളുടെ സുഖസ്ഥാനമായ ധനുവിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇവിടെ ജനുവരി 24-ാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും. ബുധൻ്റെ സ്ഥിതി ഈ മാസം ശുഭകരമാണ്. അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 5-ാം ഭാവാധിപൻ ശനിയാണ്. ശനി ഈ സമയത്ത് 6-ാം ഭാവമായ കുംഭത്തിലാണ് നിൽക്കുന്നത്. ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ്. കൂടാതെ ശനി ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപൻ 6, 8, 12 ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ 6-ാം ഭാവാധിപൻ ശനി നിൽക്കുന്നതും 6-ാം ഭാവത്തിൽ തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അത് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും. 6-ാം ഭാവത്തിൽ ശനി വിപരീത രാജയോഗം നിർമ്മിക്കുന്നത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുവാൻ ഇടയാക്കും. അതുപോലെ ശത്രുക്കൾ ഈ സമയത്ത് പരാജയപ്പെടുന്നതുമായിരിക്കും. നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതുമായിരിക്കും. കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ ഈ മാസം ഉണ്ടാകുന്നതായിരിക്കും. ലവ് റിലേഷനിലുള്ളവർക്ക് വലിയ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരില്ല. എങ്കിലും നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടി 5-ൽ പതിക്കുന്നത് നിങ്ങൾ തമ്മിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും വരാൻ ഇടയാക്കുന്നതായിരിക്കും. എങ്കിലും ഗുരുവിൻ്റെ 9-ാം ദൃഷ്ടി ഇവിടെ പതിക്കുന്നത്
പ്രശ്നങ്ങൾ വഷളാകാതിരിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 7ാം ഭാവാധിപൻ ഗുരുവാണല്ലോ. ഗുരു നിൽക്കുന്നത് 9ാം ഭാവത്തിലാണ്. ഈ മാസം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വലുതായി ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. എങ്കിലും ഇവിടെ രാഹു നിൽക്കുന്നത് നിങ്ങളിൽ ചില സമയത്ത് ചില്ലറ സൗന്ദര്യപ്പിണക്കങ്ങളും മറ്റും വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഇത് പെട്ടെന്ന് മാറുന്നതുമായിരിക്കും. ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അവസാനമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഭാഗ്യസ്ഥാനാധിപൻ ശുക്രനാണ്. ശുക്രൻ 28-ാം തീയതി വരെ 6ാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. ഈ മാസം ഭാഗ്യസ്ഥിതികളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതായിരിക്കും. ഭാഗ്യത്തിൽ മാത്രം വിശ്വസിക്കാതെ കർമ്മനിരതനായി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളിൽ വരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ദൂരയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. ജനുവരി 28-ാം തീയതി ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിൽ പ്രവേശിക്കുന്നതും അവിടെ മെയ് 3-ാം തീയതി വരെ, അതായത് ഏകദേശം 4 മാസക്കാലത്തോളവും നിൽക്കുന്നതുമായിരിക്കും. ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ്റെ സ്ഥിതി ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. അതിനാൽ കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. സഹപ്രവർത്തകരുടെയും ബോസിൻ്റെയും എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട ടാസ്ക് ലഭിക്കുവാൻ ഇടയുണ്ട്. അത് സമയത്ത് പൂർണ്ണമാക്കുന്നതും അത് കാരണം പല നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും. ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് നന്നായി ശ്രമിച്ചാൽ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം സമയം സാമാന്യമായിരിക്കും. സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും. പൈസ സേവ് ചെയ്യാൻ വിഷമം അനുഭവപ്പെടുന്നതുമായിരിക്കും. ഈ മാസം അനാവശ്യ ചിലവുകൾ ഒഴിവാക്കേണ്ടത് ആവശ്യമായിരിക്കും. അതുപോലെ റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഉചിതമായിരിക്കത്തില്ല. ഇതാണ് വർഷം 2025 ജനുവരി മാസത്തിലെ കന്നിരാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.